എന്നിൽ കൂടി അല്ലാതെ ആരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കത്തില്ലെന്ന് പറഞ്ഞ യേശു ക്രിസ്തു അവന്റെ ശരീരം തകർക്കപ്പെട്ടപ്പോൾ അടയ്ക്കപ്പെട്ട സ്വർഗ്ഗകവാടവും തുറക്കപ്പെടുകയും ഏത് പാപിക്കും യാഗങ്ങളോ കർമ്മങ്ങളോ ആചാരങ്ങളോ വഴിപാടുകളോ തീർത്ഥാടനങ്ങളോ നോയമ്പുകളോ ബലികളോ ഒന്നുമില്ലാതെ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഏവരെയും സ്വർഗത്തിലേക്ക് സൗജന്യമായിട്ട് കൊണ്ടുപോകാൻ ജീവന്റെ പുതുവഴി പുതിയ നിയമം ദൈവം ആരംഭിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, എപ്പോഴൊരു ചോദ്യം, പഴയ നിയമം ഇല്ലേ? പഴയ നിയമമുണ്ട്. എന്താണ് പഴയ നിയമം എന്ന് അറിയാമോ? യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടു കൂടിയാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. നിങ്ങൾക്കൊരു വീടുണ്ട്, ഒരു വീടേ ഉള്ളത്, പഴയതോ പുതിയതോ നിങ്ങൾ പറയത്തില്ല. എന്റെ വീട്ടിൽ പോകുന്നു. എന്നാൽ നിങ്ങൾ ആ വീട് ഉപയോഗശൂന്യമാകുമ്പോൾ ഒരു പുതിയ വീട് വെച്ചാൽ നിങ്ങൾ പറയും, ഞാൻ എന്റെ പുതിയ വീട്ടിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ദൈവം പഴയ നിയമം തന്ന എന്തിനാണെന്ന് അറിയാമോ? നമ്മളെ ശിക്ഷിക്കാനാ. പഴയ നിയമം നമ്മളെ ശിക്ഷിക്കാനാ. അതിനകത്ത് പറയുന്നു, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യല്ല, മോഹിക്കരുത്. ഇതെല്ലാം നമ്മളിൽ ഉണ്ടെന്ന് കണ്ടിട്ട് പറഞ്ഞു, നീ മരണശിക്ഷയ്ക്ക് യോഗ്യനാ. നമ്മളെ മരണത്തിൽ വിധിക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ പഴയ ന്യായ പ്രമാണം തന്നത്. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്രാപിപ്പാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് യേശു ക്രിസ്തുവിൽ അതിനുള്ള പാപ പരിഹാരം വന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ നമ്മുടെ ഒരു പ്രവൃത്തികൾക്കും കഴിയാത്തത് ആ യേശു ക്രിസ്തുവിലേക്ക് നോക്കുവിന് അവന്റെ രക്തത്തിൽ നമ്മുടെ സകല പാപങ്ങളും പോക്കി ശുദ്ധീകരിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, പാപമോചനം നേടിയ ഈ സന്തോഷം ഞങ്ങൾ അത് അനുഭവിക്കുന്നു. അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. നമ്മുടെ എണ്ണമില്ലാത്ത കുറ്റങ്ങളെ അവൻ കഴുകും. പ്രിയപ്പെട്ടവരെ, അതുമില്ലായ്മ നിങ്ങളൊരു കൊലപാതകം ചെയ്തുവോ, ന്യായവിധി ഉണ്ടെന്ന് തിരിച്ചറിയാതെ സ്വത്തിന് വേണ്ടി കൊലപാതകം ചെയ്തുവോ, മാനസാന്തരപ്പെടുവാൻ മനസ്സുണ്ടെങ്കിൽ മനുഷ്യൻ ക്ഷമിക്കണമെന്നില്ല, ദൈവം നിന്നോട് ക്ഷമിക്കും. എന്തൊരു അത്ഭുതമാണ് പ്രിയപ്പെട്ടത്! നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയുന്ന ദൈവത്തിന്റെ നീതിയാണ് യേശു ക്രിസ്തു. അവൻ നമ്മുടെ നീതി, അവൻ നമ്മുടെ സമാധാനം. എന്നാൽ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ കണ്ടോ, ആ സ്വർഗം തുറന്നത് വഴി പൗരോഹിത്യ ശുശ്രൂഷകൾ മാറ്റം ചെയ്തു. ഏതെങ്കിലും മതത്തിന്റെ ഏതെങ്കിലും പുരോഹിതന്മാരെ കേൾക്കുന്നതിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ജനങ്ങളെ വഞ്ചിക്കല്ല, മരണത്തോടുകൂടി നിന്റെ പൗരോഹിത്യം തീരും. അതിനുശേഷം യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇത്രയും ജനങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളഞ്ഞതിന്റെ ശിക്ഷയും കൂടെ നീ അനുഭവിക്കേണ്ടി വരും. ആകിയാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, ആ പൗരോഹിത്യ ശുശ്രൂഷ നീക്കം ചെയ്തു. ഇനി വിശ്വസിക്കുന്നവർക്ക് അത്രയും നീതീകരണം. എന്നാൽ യേശു ക്രിസ്തു ആ കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ ഇതാ ഭൂമി കുലുങ്ങുന്നു, പാറകൾ പിളരുന്നു, കല്ലറകൾ തുറക്കപ്പെട്ടുന്നു. അബ്രഹാം ഉൾപ്പെടെയുള്ളവര് ആ കല്ലറകളെ വിട്ട് പുറത്തു വരുന്നു. കാരണം എന്താണെന്നറിയാമോ? അന്ന് വരെ മരണത്തിന്റെ അധികാരം സാത്താന്റെ കരങ്ങളിലായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ സാത്താന്റെ അധികാരങ്ങളെ തകർത്ത് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശു ക്രിസ്തു തിരികെ വാങ്ങി സാത്താന്റെ മേൽ ജയോത്സവം കൊണ്ടാടി. സാത്താനെ തോൽപ്പിച്ച് ഏക വ്യക്തി യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണമാണ്. എന്നാൽ ആ യേശു ക്രിസ്തു അടക്കപ്പെട്ടു. ദൈവമോ മരണഭാഷകളെ അഴിച്ചിട്ട് മൂന്നാം ദിവസം അവനെ ജീവിപ്പിച്ച് എഴുന്നേൽപ്പിച്ചത് വഴി ആ യേശു ക്രിസ്തു ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുന്നു. അല്ലയോ സകല ജാതി മതസ്ഥരുമായിട്ടുള്ളവരെ, യേശു ക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കുന്നു. അവനിതാ ആകാശ വീതിയിൽ കൂടെ കോടാനുകോടി ദൂതന്മാരുടെ ആർപ്പോടും മഹാകാഹളത്തോടും കൂടെ ഈ ലോകം നടുങ്ങുമാറ് കാഹളസ്വരത്തോടുകൂടി മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാല്. അവന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾ യോഗ്യത നേടേണ്ടതിന് അവൻ സകല ജാതി മതസ്ഥരോടും അല്ലെങ്കിൽ ക്രിസ്തീയ മത പുരോഹിതന്മാർ ഉൾപ്പെടെ പോപ്പ് ഉൾപ്പെടെയുള്ളവരോട് ദൈവം കൽപ്പിക്കുകയാണ്, മാനസാന്തരപ്പെടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നേ വരെ പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത നിങ്ങളുടെ പിതൃപാരമ്പര്യങ്ങളും മതവൈക്യങ്ങളും പൗരോഹിത്യങ്ങളും തള്ളി നിങ്ങൾക്ക് വേണ്ടി സ്വർഗം വിട്ടിറങ്ങി വന്ന് ക്രൂശിൽ കഷ്ടമേറ്റ് മരിച്ചുയർത്തെഴുന്നേറ്റ് മഹാരാജാവായിട്ട് മടങ്ങി വരുന്ന ഈ യേശു ക്രിസ്തുവിനെ ഏകരക്ഷകനും ഏക കർത്താവും ഏക ദൈവമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള ദൈവന്യായ പ്രമാണത്തിലേക്ക് വരുന്നതാണ് മാനസാന്തരം. അതിനുശേഷം നിങ്ങൾ പാപമോചനത്തിനായിട്ട് യേശു ക്രിസ്തുവോട് ചേരുവാൻ സ്നാനം വെക്കണം. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരും. ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചവന്റെ ആത്മാവ് നമ്മളിലേക്ക് വരുമെന്ന്, യേശു ക്രിസ്തുവിനെ മരിച്ചവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നമ്മളിലേക്ക് വരുമെന്ന്. എന്താ സന്തോഷം, എന്താ സമാധാനം, എന്താ ധൈര്യം പ്രിയപ്പെട്ടവരെ! എന്നാൽ നോക്കുവിന് എന്റെ പ്രത്യാശ ഞാൻ പറയാം. ഞാനൊരു ഹിന്ദുമത വിശ്വാസത്തിൽ ജനിച്ചവനാണ്. 21 വർഷങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്യാൻ പോയവനാണ്. യേശു ക്രിസ്തുവിന്റെ വചനം എന്നെ പാപമോചനത്തിലേക്കും രക്ഷയിലേക്കും കൊണ്ടുവന്നു. എന്റെ പ്രത്യാശ ഞാൻ പറയാം. ഇന്നാണ് യേശു ക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ മരിക്കുന്നതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ദ്രവിച്ചു പോകുന്ന ശരീരത്തെ അവൻ മാറ്റും. തേജസ്സും തിളക്കമേറിയതുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം അവൻ എനിക്ക് തന്ന് 1000 വർഷം ഞങ്ങൾ യേശു ക്രിസ്തുവോടുകൂടെ ഭൂമിയിൽ വാഴും. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ തല ഛേദിക്കപ്പെട്ടാലും ചുട്ടു കത്തിച്ചാലും യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ ഞങ്ങളുടെ ദ്രവിച്ച ശരീരത്തെ അവൻ മാറ്റി തേജസ്സും തിളക്കമേറിയതുമായിരിക്കുന്ന മരണമില്ലാത്ത ഒരു ശരീരം തന്ന് 1000 വർഷം ഞങ്ങൾ അവനോടുകൂടെ ഭൂമിയിൽ വാഴും. 1000 ആണ്ട് കഴിഞ്ഞ് ലോകം അവസാനിക്കും. ഞങ്ങൾ സ്വർഗത്തിലേക്ക് ചിറക് വിരിച്ച് പറന്നു പോകും. ഞങ്ങൾ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും മരണത്തെ ജയിക്കണം, നിങ്ങളെല്ലാവരും പാപത്തെ ജയിക്കണം, നിങ്ങളെല്ലാം മതപറ്റി വിട്ടുകളെല്ലാം യേശു ക്രിസ്തുവിനുള്ള പാപമോചനം നിങ്ങളെല്ലാവരും നേടണം. ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അപ്പന്മാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുവോ? അവർ ഒരു ദിവസം മരിച്ചാൽ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ ചിന്തിച്ചുവോ? എല്ലാവർക്കും പാപമോചനം യേശു ക്രിസ്തുവിൽ മാത്രമാണ്, മറ്റൊരു രക്ഷകനില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ നോക്കുവിന്, നിങ്ങൾ ഇതിനെ തള്ളിക്കളഞ്ഞ് നിങ്ങൾ ഉന്നത പാപത്തിലും മതഭക്തിയിലും
പാരമ്പര്യത്തിലും പിതൃപാരമ്പര്യത്തിലും പൗരോഹിത്യത്തിലും നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിച്ച് മരിച്ചുയർത്തുന്ന ഈ യേശു ക്രിസ്തുവിനെ വെറും മതഭക്തി കൊണ്ടും അറിവില്ലായ്മയും കൊണ്ട് തള്ളി ആ ക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചനം നേടാതെ പാപിയായിട്ടാണ് മരിക്കുന്നെങ്കിൽ കണ്ണുനീരോടൊരു കാര്യം പറയാം, നിലവിളിയോടൊരു കാര്യം പറയാം. ഇന്നാണ് യേശു ക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ ഇന്നേക്ക് 1000 വർഷം തികയുന്ന ലോകം അവസാനിക്കും. പറയാം, ലോകം അവസാനിക്കും. ഇന്നും നാളെ ഒന്നും അവസാനിക്കത്തില്ല. യേശു ക്രിസ്തു ഇന്നാണ് മടങ്ങി വരുന്നെങ്കിൽ ഇന്നേക്ക് 1000 ആണ്ട് തികയുന്ന ലോകം അവസാനിക്കും. അന്ന് എന്റെ പ്രസംഗം കേട്ട നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ക്രിസ്തുവിനെ കൂടാതെ മരിക്കുന്നുവെങ്കിൽ, അവന് വേണ്ടി നിന്ന് ഈ കഷ്ടം കേൾക്കാതെ മരിക്കുന്നുവെങ്കിൽ, ഈ കല്ലറകളെ വിട്ട് ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വരും. പ്രസംഗിച്ച് എന്റെ മുഖം നിങ്ങൾ കാണും, നിങ്ങളുടെ മുഖം ഞാനും കാണും. പക്ഷെ നടുക്കൊരു സിംഹാസനമുണ്ട്, അത് യേശു ക്രിസ്തുവിന്റെ സിംഹാസനമാണ്. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ മുമ്പിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി, പിന്നെ അതിനെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്താവിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന വേറൊരു പുസ്തകം തുറന്നു. മരിച്ചവർക്ക് ഓരോരുത്തർക്കും അവനവന്റെ പ്രവർത്തിക്ക് തോന്നുന്ന ശിക്ഷാപതി ഉണ്ടായി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പുറമേ നല്ലവരാ. നിന്റെ ഹൃദയത്തിലെ സകല പാപങ്ങളും നിന്റെ മനസ്സാക്ഷിയിലുണ്ട്. ആ മനസ്സാക്ഷി ദൈവം പരസ്യമായിട്ട് അങ്ങ് തുറക്കും. പ്രിയപ്പെട്ടവരെ, മരിച്ചതിന് ശേഷം എല്ലാം അറിയാം. ഈ പ്രസംഗം നിങ്ങൾ ഓർക്കും പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങൾ ഓർക്കും പ്രിയപ്പെട്ടവരെ, കർത്താവിനെ നിങ്ങൾ ഓർക്കും. എല്ലാ രഹസ്യങ്ങളും മരിച്ചതിന് ശേഷം ഇപ്പോൾ നിന്റെ ചിന്ത തന്നിട്ട് അതെല്ലാം നമ്മളെ പിന്തുടരുകയാണ്. നമ്മുടെ മനസ്സാക്ഷിയിലെ രഹസ്യങ്ങളെ അവൻ പരസ്യപ്പെടുത്തിയാല് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ അവൻ നരകത്തിലേക്ക് തള്ളിയിടും പ്രിയപ്പെട്ടവരെ. ആ നരകത്തേക്ക് അവസാനമില്ല. അതേറ്റമാണ് ഇൻഫിനിറ്റിയാണ്. അത് സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രങ്ങളില്ല. അതുകൊണ്ട് കാലവും സമയമില്ല. എല്ലാ മനുഷ്യരും കേട്ടുകൊള്ളുവേൻ, മരിച്ചതിന് ശേഷം ഇങ്ങനെ ഭയങ്കരമായിരിക്കുന്ന ഒരു ന്യായവിധിയുണ്ട് പ്രിയപ്പെട്ടവരെ. അതിന്റെ ഉത്തരവാദി നീ മാത്രമാണ്. പാപപരിഹാരം ക്രിസ്തു നടത്തിയിട്ടും മതഭക്തി കൊണ്ട് അവനെ തള്ളിക്കളഞ്ഞതാണ് പ്രിയപ്പെട്ടവരെ നരകാഗ്നിയിലേക്ക് എരിയപ്പെടുവാൻ വിധിക്കപ്പെടുന്നത്. നമ്മുടെ ആത്മീയ ശരീരം നരകത്തിലേക്ക് വീണ ഞങ്ങൾ കരഞ്ഞുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ആ നരകത്തിൽ നമ്മളെ രക്ഷിക്കാൻ ഒരു മതത്തിന്റെയും പുരോഹിതന്മാർക്ക് കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. ആ നരകത്തിൽ നിന്നൊരു വീണ്ടെടുപ്പില്ല പ്രിയപ്പെട്ടവരെ. അതിന് അവസാനമില്ല പ്രിയപ്പെട്ടവരെ. 10 കോടി വർഷം കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് സ്വസ്ഥത കിട്ടത്തില്ല പ്രിയപ്പെട്ടവരെ. ആ ഭയങ്കരമായിരിക്കും നരകത്തിൽ നിങ്ങളെ രക്ഷിക്കാൻ ആ സുവിശേഷം അറിയിക്കുന്നത്. ആകിയാൽ യേശു ക്രിസ്തു മടങ്ങി വരുന്നതിന് മുമ്പ്, നമ്മൾ മരിക്കുന്നതിന് മുമ്പ്, ഉന്നത പാപങ്ങളെ വിട്ട്, നിങ്ങൾ മതഭക്തികളെ വിട്ട്, പൗരോഹിത്യങ്ങളെ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് അവന്റെ രക്തത്താലുള്ള പാപമോചനം നേടി ദൈവത്തിന്റെ മക്കളും വിശ്വത്തിനുമായിട്ട് ആ യേശു ക്രിസ്തുവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുമെന്ന് ഘോഷിച്ചുകൊണ്ട് ഈ പ്രസംഗം ഇവിടെ നിർത്തുന്നു. ഏതെങ്കിലും പെന്തക്കോസ്റ്റൽ അനുഭവത്തിൽ വന്ന പാസ്റ്റേഴ്സോ സുവിശേഷന്മാരെ വരുമ്പോൾ കൂടുതൽ ചോദിച്ചറിയുക, അങ്ങനെയുള്ളവരെ തേടിപ്പിടിച്ച് കണ്ടെത്തിക്കൊള്ളുക. നിങ്ങൾക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏതറ്റം വരെ പോയി രോഗത്തിന്റെ ഡോക്ടറെ കണ്ട് ചികിത്സിക്കുമെങ്കിൽ പാപത്തിന്റെ ചികിത്സ ക്രിസ്തുവിലാണ്. കൂടുതൽ വിവരങ്ങൾ അവർ നൽകി തരും. ബൈബിൾ വായിച്ച് സത്യം ഗ്രഹിപ്പിന്, ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിപ്പിന്, ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടോ? എന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ഒരുവനുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ഒരു പേരും പറയേണ്ട, ഒരു സത്യദൈവം ഉണ്ടെങ്കിൽ എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ ദൈവം നിങ്ങളോട് നീതിയുള്ളവനാ പ്രിയപ്പെട്ടവരെ. ഞങ്ങൾ ഈ പ്രസംഗം നിർത്തട്ടെ. എല്ലാവരെയും യേശു ക്രിസ്തു മുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദേശത്തെ ദൈവത്തിന്റെ കാര്യങ്ങൾ ഫലമേൽപ്പിച്ച് എന്റെ കർത്താവിന്റെ മടങ്ങി വരെങ്കിൽ ഇവിടുന്ന് 100 കണക്കിന്, 1000 കണക്കിന്, 10,000 ജനങ്ങളിൽ ചിതറ ദേശത്തുനിന്ന് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രസംഗം നിർത്തുന്നു. കേട്ട് വിശ്വസിച്ച് ഏവരെയും ദൈവം യേശു ക്രിസ്തു മുഖാന്തരം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.